ഹായ്, ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു ബസ്സിലെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ. അതിലെ യുവാവ് ദീപക് എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരൻ ഇന്ന് ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ് കേരള ലോകം അറിഞ്ഞത്. എല്ലാവർക്കും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഈ വീഡിയോ ശരിക്കും ഒരു വൈറലാവാൻ വേണ്ടി മാത്രം എടുത്ത ഒരു വീഡിയോ പോലെയാണല്ലേ എല്ലാവർക്കും തോന്നുന്നത്. കാരണം ആ ഒരു കറക്റ്റ് അത് കാണാൻ വേണ്ടി മൊബൈൽ ഷൂട്ട് ചെയ്യുകയും ആ സമയത്ത് ഒരു റിയാക്ട് പോലും ചെയ്യാതെ, സാധാരണ ലേഡീസിന്റെ പ്രൈവറ്റ് പാർട്ടിൽ തൊടാണെങ്കിൽ ഏതൊരു സ്ത്രീയും ആ സമയത്ത് റിയാക്ട് ചെയ്യും. അത് റിയാക്ട് ചെയ്യാതെ അത് വളരെ റീച്ചിന് വേണ്ടി വളരെ ക്ലിയർ ആയിട്ട് അത് ചിത്രീകരിച്ചു. അദ്ദേഹം അതിൽ കൂടി ഇറങ്ങി പോകുന്നുണ്ട്. ആ മരണപ്പെട്ട വ്യക്തി ആ വീഡിയോ സ്പ്രെഡായ ശേഷം മാത്രമാണ് അത് അറിയുന്നത്. അല്ലാതെ പോലീസിൽ പരാതി കൊടുക്കുകയോ, അവിടെ ഒരുപാട് ആളുകൾ ആ ചുറ്റോട് നിൽക്കുന്നുണ്ട്, അവരോട് ഒരു വാക്ക് പോലും പറയാതെ വെറും റീച്ചിന് വേണ്ടി മാത്രം ചിത്രീകരിച്ച വീഡിയോ മാത്രമാണ്. വെറും 9,000 ഫോളോവേഴ്സും കുറച്ച് വ്യൂസ് ഉണ്ടായിരുന്ന അവരുടെ പേജ് ഈ വീഡിയോ കാരണം 11K ഫോളോവേഴ്സും ഈ വീഡിയോ മാത്രം സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത് 2.3 മില്യൺ ആളുകളാണ്. അപ്പൊ അവർക്ക് നേട്ടം ഉണ്ടായി, പോയതാവട്ടെ ആ കുടുംബത്തിന് മാത്രം. സോഷ്യൽ മീഡിയയിൽ നല്ല കണ്ടന്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ വെറും ഒരു റീച്ചിന് വേണ്ടിയിട്ട് ഇത്രയും മോശമായ രീതിയിൽ വീഡിയോ ഇട്ട് ഒരാളെ ജീവൻ പോലും നഷ്ടമാവുന്ന രൂപത്തിൽ ചെയ്യുന്നത് വളരെ മോശമാണ്. അങ്ങനെയെല്ലാം വീഡിയോ എടുക്കുന്നവർക്കെതിരെ ലീഗലായിട്ട് മുന്നോട്ട് പോവുകയും അത് മറ്റുള്ളവർക്ക് പാടാവണം, എന്നാലാണ് ഒരു പരിധി വരെ ഇത് ചെറുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ഇന്നല്ലെങ്കിൽ നാളെ എനിക്കോ അല്ലെങ്കിൽ നമ്മളെ അടുത്ത ആളുകൾക്കോ ഈ അവസ്ഥ വരും. അതുപോലെ തന്നെ ഇപ്പൊ ഈയിടെയായിട്ട് ബസ്സിലെ ഇഷ്യൂ തന്നെ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ദയവ് ചെയ്ത് ആണുങ്ങളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ അറിയാത്ത സ്ത്രീകളെ കൂടെ ഇരിക്കുകയോ ആ ഭാഗത്തേക്ക് പോവുകയോ ചെയ്യരുത്. പിന്നെ ഗവൺമെന്റിനോട് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാ ബസ്സിലും ഒരു ക്യാമറ ഫിറ്റ് ചെയ്യുക. അത് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, മോഷണ ശ്രമങ്ങൾക്കും ഇതുപോലത്തെ ഇഷ്യൂസ് ഒക്കെ സത്യമാണെന്നും അറിയാൻ ഒരുപാട് സഹായിക്കും. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സാർ ഈ വകുപ്പ്, അല്ലാതെ പുരുഷന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലെന്ന് അറിയാതെ പറഞ്ഞു പോവാണ്. ഒരു കഷ്ണം കയറിൽ ജീവിതം അവസാനിപ്പിക്കേണ്ട നമ്മൾ കാണേണ്ടി വന്നു. പ്രതികരിക്കരുത്, കാരണം മരിച്ചതൊരു പുരുഷനാണ്.